ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണിക്കാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി മാത്രമല്ല, ഡിന്നറായിട്ടും വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഞാനിന്ന് റാഗിയും അതേപോലെ തന്നെ പച്ചരിയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഓട്ടടയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ സെയിം അളവിലാണ് റാഗിയും പച്ചരി എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് പച്ചരിയും 1 കപ്പ് റാഗിയാണ് കേട്ടോ ഞാൻ എടുത്തിനത്. അത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചു. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചരിക്ക് പകരം 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പച്ചരി ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്തോളാണ്ട്. പച്ചരി ഉണ്ടെങ്കിൽ പച്ചരിയും റാഗി ഇതേപോലെ തലേ ദിവസം വെള്ളത്തിലിട്ടൊന്ന് കുതിരാനായിട്ട് വെക്കുക. എന്നിട്ട് ഇതാ ഇതിലേക്ക് ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. 1/2 കപ്പോളം ചോറും ചേർത്തിട്ടുണ്ട്. നമ്മൾ സാധാ ഓട്ടട ഉണ്ടാക്കുമല്ലോ, പച്ചരി വെച്ചിട്ട് ഓട്ടട ഉണ്ടാക്കൂലേ, അതേപോലെ തന്നെയാണ് കേട്ടോ ഇതിന് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. എന്നിട്ട് അത് നല്ലോണം അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ പച്ചരിൻ്റെ ഓട്ടട ഉണ്ടാക്കുമ്പം തിളച്ച വെള്ളം ഒഴിക്കുമല്ലോ മാവക്ക്. അപ്പോൾ തിളച്ച വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടില്ല കേട്ടോ. ഈ റാഗി പെട്ടെന്ന് വേവും. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം മാവ് വേവും. അപ്പോൾ പിന്നെ ഓട്ടട ചിലപ്പോൾ റെഡി ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല. പച്ചവെള്ളമാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണേലും ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഇതേപോലെ കുറച്ച് കട്ടിയുള്ള മാവായിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ പച്ചരി വെച്ചിട്ട് ഓട്ടട ഉണ്ടാക്കൂലേ, അപ്പോൾ ആ ഒരു രീതിയിലുള്ള മാവ് തന്നെയാണ് കേട്ടോ വേണ്ടത്. പിന്നെ വേഗം ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി ചൂടായതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചട്ടി നല്ലോണം ചൂട് വേണം. പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഓട്ടട ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ചട്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ചട്ടി ഒന്ന് പിടിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം ചട്ടുകം വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാൻ. അപ്പോൾ കേട്ടോ ഫസ്റ്റത്തെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഓട്ടടയും ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു റാഗി നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മക്കൾക്ക് ഇത് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇവിടെ എല്ലാ മക്കൾക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഈ ഒരു റാഗി കൊണ്ട് എന്തുണ്ടാക്കിയാലും കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുപോലെ ഒന്ന് ഓട്ടടയൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്തു നോക്കേണ്ടി, ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കും. നമ്മൾ തേങ്ങയൊക്കെ ചിരകിയിട്ടതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തില്ലേ. പിന്നെ റാഗി മാത്രമല്ല, നമ്മൾ കുറച്ച് പച്ചരിയും കൂടെ കൂട്ടിയിട്ടാണിത് ഓട്ടട ഉണ്ടാക്കിയത്. അപ്പോൾ വെറും റാഗിൻ്റെ ആ ഒരു ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, പച്ചരിൻ്റെ ടേസ്റ്റും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ ഇതിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെ അങ്ങനെ കഴിക്കാൻ. ഇപ്പോൾ കുട്ടികൾക്ക് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ പൊതിർത്തിയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ നമ്മളെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.